വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണ്. ഇനി നൊയമ്പൊക്കെ വരുമ്പോൾ നമുക്ക് വീടുകളിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് നല്ല ജീരകവും ചെറിയ ജീരകവും കൂടെ ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. അന്നേരം ചെറിയ ജീരകവും ചേർത്ത് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തൊരു 4 എരിവുള്ള പച്ചമുളകും സവാളയും, ഒരു സവാളയുടെ പകുതിയാണ് എടുത്തേക്കുന്നത്, അതും ചെറുതായിട്ട് അരിഞ്ഞ് ഇതിനകത്ത് ചേർത്തൊന്ന് വഴറ്റുക. ഇനി സവാള നല്ലപോലെ ഒന്ന് വഴന്നു വന്നതിന് ശേഷം നമ്മൾക്ക് ഇതിനകത്ത് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരുപാടങ്ങ് കൂടുതലല്ല, ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം പേസ്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ അത് രണ്ടും ഒന്ന് ചതച്ച് ഇതിനകത്തൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇനി നമ്മൾക്ക് ഇതിനകത്ത് ഒരു മീഡിയം സൈസിലെ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിനകത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാടങ്ങ് വെന്ത് ഉടഞ്ഞൊന്നും ക്യാരറ്റ് പോകണ്ട. ഇത് ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ ഒന്ന് മൂടി ഇതേപോലെ വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കുക. അന്നേരം ഒരു ആവി കയറുമ്പോഴത്തേക്ക് തന്നെ ഈ ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരും. അത്രത്തോളം നമുക്ക് മതിയാവുന്നതാണ്ട് ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മളൊരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ നമ്മൾക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കായപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഒരു 3/4 ടീസ്പൂണോളം ഏകദേശം ഞാൻ എടുത്തിട്ടുണ്ട്. കായപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം മതിയാകും. കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചുവ വരും. അതുകൊണ്ട് 1/4 ടീസ്പൂൺ മതിയാകും. അതും നന്നായിട്ടൊന്ന് പച്ച ചുവയൊക്കെ മാറിയതിന് ശേഷം നല്ല കട്ടി തൈര്, ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് മറക്കരുത്. ഈ സമയത്ത് ചട്ടിക്ക് നല്ല ചൂട് കാണും, തൈര് പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ചട്ടി വേറെ മാറ്റി ഇറക്കി വെച്ചിട്ട് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. അന്നേരം അത്യാവശ്യമുള്ള തൈര് ഇതിന് എത്രത്തോളം വേണം അതിനനുസരിച്ച് കട്ടി തൈര് ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കുക. വളരെ സിമ്പിളല്ലേ, നമുക്ക് വളരെ പെട്ടെന്ന്. ഇപ്പോൾ കറിയൊക്കെ ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ തൈരുണ്ടെങ്കിൽ അതേപോലെ ഏത് പച്ചക്കറി ഇട്ട് ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. വളരെ ടേസ്റ്റാണ്. നല്ല എരിവുള്ള കറിയും കൂടെ ആയിരിക്കും, ഒരു പുളിപ്പും ഒക്കെ കാണും. ലാസ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പച്ച വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഇത്രത്തോളം മതിയാകും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇപ്പം നൊയമ്പിനും അല്ലാതെയൊക്കെ നമുക്ക് തയ്യാറാക്കി നോക്കാം. അന്നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അന്നേരം നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.